ഏറ്റവും അവസാനം ഇറങ്ങിയ PSC ബുള്ളറ്റിൻ, അതായത് 2024 ജനുവരി 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ് പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ PSC ബുള്ളറ്റിനിൽ, അതായത് ജനുവരി 1 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പകരം ഇന്ത്യ എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ അത് തിരിച്ചു വന്നിട്ടുണ്ട്. പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ട് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മുൻകാല പരീക്ഷകൾ ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻഡോനേഷ്യൻ ഡയറി രചിച്ചത് SK പൊറ്റക്കാട്. ഇൻഡോനേഷ്യൻ ഡയറി രചിച്ചത് SK പൊറ്റക്കാട്. വിശ്വചരിത്രാവലോകനം രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. വിശ്വചരിത്രാവലോകനം രചിച്ചത് ജവഹർലാൽ നെഹ്റു. MK മേനോൻ്റെ തൂലികാനാമമാണ് വിലാസിനി. അപ്പോൾ MK മേനോൻ്റെ തൂലികാനാമം വിലാസിനി. വിശ്വചരിത്രാവലോകനം രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ഹൈഡ്രജനാണ്. അതായത് അറ്റോമിക് നമ്പറും അറ്റോമിക് മാസും ഈക്വലായത് ഹൈഡ്രജനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൺ. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൺ. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോണാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. 1000 തടാകങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ്. 1000 തടാകങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ്. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ആവി എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. ആഗാഖാൻ അവാർഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഭോപ്പാൽ വിധാൻ ഭവൻ്റെ ആർക്കിടെക്റ്റാണ് ചാൾസ് കൊറിയ. ആഗാഖാൻ അവാർഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഭോപ്പാൽ വിധാൻ ഭവൻ്റെ ആർക്കിടെക്റ്റാണ് ചാൾസ് കൊറിയ. UN ജനറൽ അസംബ്ലി പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN ജനറൽ അസംബ്ലി പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബ്രിഡ്ജാണ് ആദംസ് ബ്രിഡ്ജ്. ആദ്യമായി ഹൈഡ്രജൻ ബോംബുണ്ടാക്കിയത് എഡ്വേർഡ് ടെല്ലറാണ്. ആദ്യമായി ഹൈഡ്രജൻ ബോംബുണ്ടാക്കിയത് എഡ്വേർഡ് ടെല്ലറാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത മലയാള നോവൽ ഇന്ദുലേഖയാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത മലയാള നോവൽ ഇന്ദുലേഖ. പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി. ഇതും പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1957 ഏപ്രിൽ 5. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി 1957 ഏപ്രിൽ 5 ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്ന പുസ്തകം രചിച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയാണ്. ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്ന പുസ്തകം രചിച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയാണ്. ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്ന സ്ഥലമാണ് പൊക്രാൻ. ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്ന സ്ഥലമാണ് പൊക്രാൻ. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലി. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ, അതായത് സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാലാണ് ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ഐ ആം അസാസിനേറ്റഡ് സുൽഫിക്കർ അലി ഭൂട്ടോ. ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്നത് പൊക്രാനിലാണ്. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട. റിപ്പബ്ലിക്കായ വർഷം 1950. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തത് കൊണ്ടാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചത്.